പ്രിയ സുഹൃത്തെ, കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം ഈ ചാനലിൽ മറ്റൊരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുക. ഇസ്ലാം ഒരു പ്രായോഗിക മതമല്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് ചുറ്റും ജീവിക്കുന്ന വിശ്വാസികളെ നോക്കിക്കാണുമ്പോൾ എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ആണെന്ന് കേന്ദ്രത്തിൽ ഭരണം. അന്ന് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കേരള യുക്തിവാദി സംഘം ഒരു വാഹന ജാഥ, അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. അതൊക്കെ വലിയ പ്രാസംഗികരൊന്നുമല്ല. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഏക എക്സ് മുസ്ലിം ഞാനായതുകൊണ്ട് ബാലരാമപുരം മുസ്ലിം പ്രദേശമാണ്. ആ പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ അവർ എന്നോട് ആവശ്യപ്പെട്ടു, നിങ്ങളെന്തെങ്കിലും പറയണം. ഞാൻ അന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സ്ത്രീധനം വാങ്ങിക്കാതെ വിവാഹം കഴിക്കില്ല, സ്ത്രീധനം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്, 5 നേരം പള്ളിയിൽ പോകണം എന്നുള്ള ആജ്ഞ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ശിരസ വഹിക്കാറില്ല. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയും എടുത്ത് പരിശോധിക്കുമ്പോൾ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇത് അനുസരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അനുസരിച്ചില്ലെങ്കിലുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും വേവലാതിയും ഉണ്ടെങ്കിലും പ്രായോഗിക ജീവിതത്തിൽ ഇതൊന്നും അനുസരിക്കാൻ പറ്റില്ല എന്നല്ല. അതേ കാലയളവിൽ ഞാൻ പ്രകൃതി ചികിത്സയുടെ ഒരു ഉപാസകനായിരുന്നു, വർമാജി. വലിയൊരു മണ്ടത്തരമൊക്കെ ഞാൻ വരുത്തി വെച്ചു. തൽക്കാലം ഞാനിതവിടെ പറയുന്നില്ല. ജീവിതം അങ്ങനെയാണല്ലോ, മണ്ടത്തരങ്ങളും ഒക്കെ പേറിയാണ് ഈ സ്വർണം, വെള്ളി അല്ല ഈ രത്നമൊക്കെ മിനുസപ്പെടുത്തിയെടുക്കുന്നത് പോലെയാണല്ലോ ജീവിതാനുഭവങ്ങൾ. അദ്ദേഹം വളരെ ശക്തമായി അലോപ്പതിയെ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ സാഗൂതം കേട്ടിരുന്ന വ്യക്തിയാണ്. അന്ന് യൂട്യൂബൊന്നുമില്ല, നേരിട്ട് പ്രസംഗം കേൾക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോകേണ്ടി വന്നു എന്ന ഒരു കാര്യം. അതായത് നമ്മൾ ഈ തത്വമൊക്കെ പറയാം, പക്ഷെ പ്രായോഗികതയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് നമ്മൾ അറിയാതെ തന്നെ ചില ട്രാക്കുകളിൽ കൂടി മനുഷ്യവംശം ഇന്നേ വരെ ഉണ്ടാക്കി വെച്ച ട്രാക്കുണ്ട്. അതിൽ നിന്നും വ്യതിചലിച്ച് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാർക്കാവില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ആയുർവേദ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറോ ഹോമിയോപ്പതി ചികിത്സിക്കുന്ന ഒരു ഡോക്ടറോ അല്ലെങ്കിൽ പ്രകൃതി ചികിത്സകരോ ഒരു പാമ്പ് കടിയേറ്റ് അയാൾ എന്ത് ചെയ്യും? കടുത്ത ഒരു വിശ്വാസി എന്ന് വെച്ചോ, സദ്ഗുരു വേണമെങ്കിൽ ഒരു പേര് പറയാം. പാമ്പ് കടിയേറ്റല്ലോ, അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ചികിത്സാ സമ്പ്രദായം, പാമ്പ് കടിയോ റോഡ് ആക്സിഡൻറ്റോ ഉണ്ടായാൽ അവർ സ്വീകരിക്കാൻ തയ്യാറാകില്ല. അവർ അഭയം പ്രാപിക്കൽ മോഡേൺ മെഡിസിൻ ആയിരിക്കും. കാരണം ആ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. തൻ്റെ സ്വജീവിതത്തെ പണയം വെച്ചുകൊണ്ടുള്ള തത്വസംഹിതയുടെ പിടിമുറുക്കത്തിന് വേണ്ടി മനുഷ്യ മനസ്സ് നിന്നുകൊടുക്കൽ, എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം, അത് വളരെ വലുതാണ്. ഓരോ വ്യക്തി അടിസ്ഥാനപരമായി സ്വാർത്ഥനാണെങ്കിൽ ഈ സ്വാർത്ഥതയുടെ ഫലമായി തന്നെ ഇതൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ എല്ലാ പ്രമാണങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒട്ടുമിക്ക നിർദ്ദേശങ്ങളും അനുസരിച്ചില്ലെങ്കിൽ കഠിനമായ ശിക്ഷയുള്ളത് പോലും വിശ്വാസികൾ അനുസരിക്കാറില്ല. അതിൻ്റെ തോത് കാലം പുരോഗമിക്കും തോറും വർദ്ധിച്ചു വരുന്നു. അവിശ്വാസത്തിൻ്റേതല്ല, മറിച്ച് അനുസരണക്കേടിൻ്റെ. ആ അനുസരണക്കേടാണ് മാനവികതയുടെ ഊന്നുവടിയായിട്ട്, നാളെയുടെ ദീപസ്തംഭമായിട്ട് നമുക്ക് തോന്നുന്നതും നമ്മൾ പ്രചരിപ്പിക്കും.
പണ്ട് എൻ്റെ ഓർമ്മയിലുള്ളൊരു കാര്യം, തമിഴ്നാട്ടിൽ ഒരു മുതലാളി, അന്ന് ഒരു ബീഡി കമ്പനി നടത്തിയ മുതലാളി, അയാൾ റംസാൻ ആയപ്പോൾ പുരുഷന്മാർക്ക് മുണ്ടും ഷർട്ടും, സ്ത്രീകൾക്ക് സാരിയും ബ്ലൗസിൻ്റെ തുണിയും കൊടുക്കാനായിട്ടുള്ള അത് നാനാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് തിരക്കി വന്ന് അതിൽ അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10ഓളം പേർ മരണപ്പെട്ടു. ഇതെന്താ കാണിക്കുന്നത്? കഴിഞ്ഞ 1400 വർഷമായി ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ, സാമ്പത്തിക ഉച്ചനീചത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉടയ തമ്പുരാൻ കണ്ടെത്തിയ ഒരു സദുദ്യമം. ഈ നൂറ്റാണ്ടിൽ വരെ 10 പേരുടെ ജീവൻ ബലിയർപ്പിക്കത്തക്ക രീതിയിൽ ദരിദ്രരേഖയിൽ തന്നെ സാമാന്യ ജനങ്ങളെ പിടിച്ചു നിർത്തുമ്പോൾ, സാമ്പത്തികത്തിൻ്റെ അലകും പിടിയും അറിയാവുന്നവർക്ക് ഈ വെറുതെ കൊടുക്കൽ, ജനക്ഷേമം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വെറുതെ കൊടുക്കുന്നുണ്ട്, നമ്മൾ അതിനെയൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷേ അത് മതവും ചാരിറ്റിയും മറ്റു സാംസ്കാരിക സംഘടനകളും നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എന്നേ പറഞ്ഞു. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം, ഞാൻ വഴിയെ പ്രധാന കരുതിലേക്ക് വരാം. ഒരു ബേസ്മെൻറ്റ് ഞാനിങ്ങനെ പറഞ്ഞു വരികയാണ്. ഈ ഇടയ്ക്ക് ഞാൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മാസ്ക് വയ്ക്കാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു 30 രൂപ ആവശ്യപ്പെട്ടു. കടമായിട്ടാണ് ആവശ്യപ്പെട്ടത്. എനിക്കല്പം ദേഷ്യം വന്നു. മാസ്ക് ഇല്ലാതെ ഒരാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അത് കാരണം അയാളോട് പറഞ്ഞു, ഇല്ല, 30 രൂപ എൻ്റെ കയ്യിൽ ഇല്ല എന്നും. അയാൾ തിരിഞ്ഞങ്ങോട്ട് നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേവലാണ്. കേവലം 30 രൂപയാണ്. അയാൾ ചിലപ്പം ഈ 30 രൂപ ആവശ്യപ്പെടുന്നത് വെള്ളമടിക്കാനോ എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു വ്യക്തി എൻ്റെ മുമ്പിൽ വന്ന് 30 രൂപ ചോദിക്കുമ്പോൾ 30 രൂപ കൊടുക്കാൻ എനിക്ക് സാധിക്കും. അങ്ങനെ കൊടുക്കാറുമുണ്ട്. ഈ ഇടയ്ക്ക് ഒന്നും പറയുന്നില്ല. പോട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിലുള്ള ആൾട്രൂയിസം മിറർ ന്യൂറോൺസിൻ്റെ ഫലമായി വർക്ക് ചെയ്യുമെന്നാണ് നമ്മൾ മസ്തിഷ്കം കഥ പറയുന്നു. അതിലൂടെ, ആ കഥയിലൂടെ വായിച്ചെടുത്തതെങ്കിൽ ഈ അൾട്രൂയിസത്തിനെ മുതലാക്കുകയാണ് സക്കാത്ത് എന്ന 3ാമത്തെ നിബന്ധനയിലൂടെ ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് സക്കാത്തിൻ്റെ കാലയളവിൽ അവിടുത്തെ പാവങ്ങളൊക്കെ സക്കാത്ത് വായിക്കാൻ എന്നെ അന്വേഷിച്ചു വരും. അവരെ കാണുമ്പോൾ 2 തരം വികാരമാണ് എനിക്കുണ്ടാകുക. ഒന്ന്, ഒരു ഗോത്രസ്നേഹം. ആ നാട്ടിൽ എൻ്റെ ബന്ധുക്കളും അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരുമായ ആളുകൾ എന്ന ആ ഗോത്രസ്നേഹത്തിൻ്റെ എന്താ പറയുക, ബഹിസ്ഫുരണം. അത് കഴിഞ്ഞിട്ട് അവർ പാവപ്പെട്ടവരാണെന്നും അവരെ സഹായിക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് കരുതിക്കൊണ്ടുള്ള എൻ്റെ ആൾട്രൂയിസത്തിൻ്റെ ബഹിർഗമനം. ഇത് രണ്ടും കൊണ്ട് ഞാൻ അവർക്ക് പണം കൊടുക്കുമായിരുന്നു. ഈ ഇടയ്ക്ക് എന്തുകൊണ്ടോ അവർ വരുന്നില്ല. അതുപോലെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രധാനമായ ഒരു കാര്യം, അനുസരിക്കപ്പെടുന്ന നിയമങ്ങൾ അനുസരിക്കപ്പെടും. മതത്തിൻ്റെ സദാചാര ബോധത്തിൽ ഊന്നിയുള്ള പ്രവർത്തികളൊക്കെ മനുഷ്യൻ്റെ സഹജമായ വികാരങ്ങളെ, ദൗർബല്യങ്ങളെ, വികാരങ്ങളെ ഇതൊക്കെ മുതലാക്കിക്കൊണ്ട് ആണ് എങ്കിൽ തന്നെയും അവൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, അവൻ്റെ ജീവിത സൗകര്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതൊക്കെ എത്രത്തോളം പ്രായോഗികമാകുന്നു എന്നതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും. ഇതിൽ പ്രധാനമായി പറയാനുള്ളത്, നമ്മൾ ഇന്ന് ആദ്യമായി ചർച്ചയ്ക്കെടുക്കുന്ന ഒരു വിഷയം ഇസ്ലാമിൻ്റെ സക്കാത്ത് സമ്പ്രദായമാണ്. ഞാൻ ഈ പറഞ്ഞ ആൾട്രൂയിസത്തിൻ്റെ ഭാഗമായി മനുഷ്യനിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ കരുണ തോന്നുകയും ഒക്കെ ചെയ്യുന്ന, തെങ്ങിൽ കയറുന്ന ഒരുത്തൻ തേങ്ങ പറിക്കാനായിട്ട് കയ്യെത്താതെ പിടിച്ചു കൈ പൊക്കുമ്പോൾ താഴെ നിൽക്കുന്ന നമുക്ക് മിറർ ന്യൂറോൺസിൻ്റെ ഫലമായി അത് അങ്ങനെ പന്തടിക്കുമ്പോഴത്തേക്ക് ഗോളടിക്കാൻ വേണ്ടി നമ്മൾ കൈയടിക്കുക, അടിടാന്നൊക്കെ പറയുന്ന ആ ഒരു വികാരം നിറഞ്ഞു. ഇതാണ് ആക്സിഡൻ്റായി കിടക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഇച്ഛാഭംഗം, സഹതാപം.
ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ മെനക്കെടുന്ന അതൊക്കെ ഇതിൻ്റെ ഭാഗമായെങ്കിൽ ഈ അൾട്രൂയിസത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സക്കാത്ത് എന്ന മൂന്നാമത്തെ നിർബന്ധിത ഫർള്. ഇത് അതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് ഇത് ചെയ്തതാണോ അതോ കാരണങ്ങളൊക്കെ ഇതിനോടൊപ്പം അത് ചേർന്നാണെന്നുള്ള റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഇതിന് പല അവാന്തര വിഭാഗ ഉദ്ദേശ ലക്ഷ്യങ്ങളും മാർഗങ്ങളും ഉണ്ടായിരുന്നു. വഴി ഞാനത് പറയാം. ആദ്യമായിട്ട് നബി ഖുറൈശികളോട് നിങ്ങൾ ദരിദ്രർക്ക് നിങ്ങളുടെ കഴിവുകൾ അതിന് പിന്നീട് അതിന് തോതൊക്കെ നിശ്ചയിച്ചു 2.5 എന്നൊക്കെ തോതൊക്കെ 5%, 10% പല വരുമാനങ്ങൾക്കും പല രീതിയിൽ അന്നത്തെ പ്രാകൃതമായ രീതിയിൽ നിശ്ചയിക്കും. അത് പറഞ്ഞപ്പോൾ അന്നത്തെ അറബികൾ ചോദിച്ച വളരെ പ്രസക്തമായ സാധാരണഗതിയിൽ ജാഹിലുകൾ അബുജഹിൽ എന്ന് പറയുന്ന ജാഹിലിൻ്റെ മകൻ എന്ന് കളിയാക്കപ്പെട്ടവരൊക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വളരെ യുക്തിപൂർവമുള്ളതായിരുന്നു. കേവല യുക്തി അതിനകത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. അതൊക്കെ നബി അതിന് ചെവിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല അപഹസിച്ചും കളിയാക്കിയും അവരെ തള്ളിക്കളഞ്ഞിരിക്കും. അന്ന് അറബികൾ ചോദിച്ചത് അള്ളാഹു കൊടുക്കാത്ത ഈ തെണ്ടികൾക്ക് ഞങ്ങൾ എന്തിനു കൊടുക്കണം. അതായത് അള്ളാഹു ഒരു മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ എങ്ങനെ ആയിരിക്കണം, അവൻ്റെ ഓരോ നിങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കാത്ത ഒന്നും നടക്കില്ല എന്ന് ഖുർആൻ വാചകമുണ്ട്. അതായത് എന്നിൽ ഈ വീഡിയോ ചെയ്യുന്നത് ഉൾപ്പെടെ അള്ളാഹു അർശിൽ എഴുതി വെച്ചതാണ്. മഹദ്ഗ്രന്ഥത്തിൽ അതായത് ആദ്യമായി എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ എല്ലാ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തതല്ലാതെ നിങ്ങളിലൊന്നും നടക്കില്ല എന്നുണ്ട്. അദ്ദേഹം നിശ്ചയിച്ചേ നടക്കുള്ളൂ. അദ്ദേഹം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മറക്കാതെയും തെറ്റാതെയും ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അർശിൽ എഴുതിയതാണ് ദരിദ്രവാസികൾ എത്തോപ്യയിലും സോമാലിയിലും സുഡാനിലും ഒക്കെയുള്ള നോർത്ത് ആഫ്രിക്കൻ രാജ്യം, സൗത്ത് ആഫ്രിക്കയിലെ നോർത്ത് ഭാഗത്തുള്ള ആളുകളുടെ ജീവിതമൊക്കെ എങ്ങനെ ആയിരിക്കണം, ലിബിയ എന്ന് അള്ളാഹു എഴുതിയാണ്. അപ്പം അറബികൾ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചത്. അള്ളാഹു നൽകാത്ത തെണ്ടികൾക്ക് ഞങ്ങൾ എന്തിനു നൽകണമെന്നാണ് അവർ ചോദിച്ചത്. ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഇസ്ലാം 5 സ്തംഭങ്ങളാൽ നിർമ്മിതമാണ്. കലിമ, നിസ്കാരം, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ 5 സ്തംഭങ്ങളിലാണ് ഹജ്ജ് ഇതൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ, ആദ്യം തൗഹീദ് എന്ന വിശ്വാസം, രണ്ടാമത് 5 നേരത്തെ നിസ്കാരം, മൂന്നാമത്തേതാണ് സക്കാത്ത് കൊടുക്കുക. അത് കേൾക്കുമ്പോൾ പുറമേ നിന്ന് നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം, നമ്മളുടെ ആൾട്രൂയിസം നമ്മോട് പറയുന്നത് ഇത് മഹത്തായ ഒരു സിദ്ധാന്തമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. ശരിയുമാണ്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ. എല്ലാവർക്കും ഉണ്ടാകാനും ഉണ്ടാക്കാനും സാധിക്കാത്ത ഒരു മാനവിക സമൂഹ ചുറ്റുപാടാണ് മനുഷ്യവംശത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രം നോക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെയാണ് മനുഷ്യവംശം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നും. ഇവിടെ ഇത് ദൈവം പറയുന്നു എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് നമുക്ക് തമാശ തോന്നുന്നത്, അപഹാസ്യമായി തോന്നുന്നത്. അതായത് 7:156, 9:60, 19:31, 19:55, 21:73, 23:4, 27:3, 30.39, 31:4, 41:7. അങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഭാഗങ്ങളിൽ സുവ്യക്തമായി നിർബന്ധമാക്കപ്പെട്ട ഒന്നാണ് സക്കാത്തെങ്കിൽ, പച്ച പരമാർത്ഥം പറയുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് മുസ്ലിം ലോകത്ത് പ്രാവർത്തികമാകുന്നത്? അപ്രായോഗികമായ ഒന്നാണ്. കേൾവിക്ക് വളരെ സുഖകരവും നമുക്ക് മാനസിക ഉല്ലാസം ഡോപ്പമിൻ വർദ്ധിപ്പിക്കുന്നതാണെങ്കിലും ഇത് പ്രായോഗിക മനുഷ്യൻ്റെ സ്വാർത്ഥതയും അൾട്രൂയിസം തമ്മിലുള്ള യുദ്ധത്തിൽ എവിടെ എങ്ങനെ ഏത് ജയിക്കും, ഏത് സാമൂഹിക ചുറ്റുപാടിൽ ഏത് അവസരത്തിൽ, അതിൻ്റെ ഒരു വിശകലനം വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത് അസാധ്യമായ ഒരു പ്രൊക്ലമേഷൻ, ഒരു നിർദ്ദേശമാണ്.
ഒരു ഫർള്. ഇങ്ങനെ അശാസ്ത്രീയവും അനുസരിക്കാൻ പറ്റാത്തതുമായ നിർദ്ദേശങ്ങളുടെയും നിർബന്ധങ്ങളുടെയും ഒരു മാലപ്പടക്കം തന്നെ ഖുർആനിലും ഇസ്ലാമിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ വഴിയെ ഒരുപാട് വീഡിയോകളിൽ കൂടി പരിശോധിക്കാൻ പോവുകയാണ്. അക്കോർഡിംഗ് ടു ദ ഹദീത്ത്, refusal to pay or mockery, കൊടുക്കുകയോ കൊടുക്കുന്നത് പോലെ അഭിനയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ, നിസ്കാരം ഉൾപ്പെടെ ഹജ്ജ് ഉൾപ്പെടെ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. കണ്ടീഷനിലാണ്. അതായത് നിസ്കരിച്ചാൽ പോരാ, ഹജ്ജ് ചെയ്താൽ പോരാ, കലിമ ചൊല്ലിയാൽ പോരാ. Provided the condition of giving the zakat to the poorest among poor. ചെയ്യുന്നു ആളുകൾ. എത്രയും നിർബന്ധിതമായി പറഞ്ഞുകൊണ്ട് എത്രത്തോളം ചെയ്യുന്നു, എത്രത്തോളം പ്രായോഗികവൽക്കരിക്കപ്പെടുന്നു, അതിൻ്റെ സ്റ്റഡി ഉണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ പരിശോധിക്കുക. അതിൻ്റെ രീതി പറയുകയാണെങ്കിൽ 2.5% ഉള്ള സ്വർണത്തിനും വെള്ളിക്കും അത് എത്ര ആയാലും, ഇപ്പോൾ ഒരു കച്ചവടത്തിൽ ഏർപ്പെടും, 1,00,000 രൂപ മുടക്കി കച്ചവടം ചെയ്യും. അതിൽ അടുത്ത വർഷാരംഭത്തിൽ നോക്കുമ്പോൾ മാർച്ച് ഏപ്രിൽ നോക്കുമ്പോഴത്തേക്കും 10,000 രൂപ നഷ്ടപ്പെട്ടു. സക്കാത്ത് കൊടുക്കണം. ഈ 90,000 രൂപയ്ക്ക് അവൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അവിടെയാണ് ഈ സാമ്പത്തിക എന്താ പറയുക അസ്വീകാര്യതയുടെ, അപ്രായോഗികതയുടെ മുഖം പൊട്ടിമുറി. അവിടെയാണിത് പാളി. അത് 1400 വർഷം മുമ്പത്തെ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണോ? അത് വഴിയെ പരിശോധിക്കാം. കാർഷിക ഉൽപ്പന്നമാണെങ്കിൽ 10%, അത് കൃത്രിമമായി നനയ്ക്കുന്നതാണെങ്കിൽ 5%. അന്നത്തെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളാണിത്. ഇനി ഖുർആനിൽ 8:41 പറയുന്ന ഒരു കാര്യം വളരെ രസമാണ്. 2 പ്രധാന പോയിന്റ് ഇതിലുണ്ട്. ഒന്ന്, നിങ്ങൾ യുദ്ധത്തിൽ നേടിയെടുത്ത ഏതൊരു വസ്തുവിൽ നിന്ന് അതിൻ്റെ 1/5 അള്ളാഹുവിനും റസൂലിനും റസൂലിൻ്റെ ബന്ധുക്കൾക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും വഴിപോക്കന്മാർക്കും ഉള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ധനമുണ്ടെങ്കിൽ അതിലൊരു വിഹിതം കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. യുദ്ധം ചെയ്യണം. യുദ്ധത്തിൽ നിങ്ങൾ നേടിയെടുത്തത് എന്താ? യുദ്ധം മാനവികതയെ കൊഞ്ഞണം കുത്തുന്ന, പരിഷ്കൃത സമൂഹം എന്നേ എഴുതിത്തള്ളിയ, ശക്തിയുക്തം എതിർക്കുന്ന, പേടി സ്വപ്നമായി കാണുന്ന, അതുകൊണ്ട് തന്നെ മുൻകരുതൽ എടുക്കുന്ന യുദ്ധം ചെയ്യുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നു. അത് നമ്മൾ കുറ്റമേ പറയുന്നില്ല. നബിയുടെ വിവാഹം, നബിയുടെ യുദ്ധം, ഇതൊക്കെ വെച്ച് അദ്ദേഹത്തെ കുറ്റം പറയാൻ ഞാൻ ആളല്ല. ഇപ്പം അദ്ദേഹം 10 കെട്ടി, 12 കെട്ടി, 6-ാം വയസ്സിൽ കെട്ടി, അതൊക്കെ സർവ്വസാധാരണമായി ആ കാലഘട്ടത്തിൻ്റെ പ്രതിച്ഛായയാണ്. ഫോട്ടോ പ്രിൻ്റാണ് നമുക്ക് കാണിച്ചത്. അദ്ദേഹം അതിൽ നിന്നും വിഭിന്നായി നിൽക്കാൻ ശ്രേഷ്ഠനല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ വാദഗതിയുമായി വരുന്നവരോട് നമുക്ക് പറയാം. അപ്പം അതിൽ 5-1 അള്ളാഹ്, മൊത്തം കൊടുക്കേണ്ട 5-1, അതിൽ അള്ളാഹുവിനും റസൂലിനും കൊടുക്കണം. റസൂലിന് കൊടുക്കാം, അള്ളാഹുവിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഖുർആനിൽ ഉടനീളം കാണുന്ന എന്താ പറയുക ഒരു കേവല യുക്തിക്ക് പോലും യോജിക്കാത്ത രീതിയിലുള്ള ജൽപ്പനങ്ങൾ. അത് ആ ഗ്രന്ഥത്തിൽ ഇതുപോലെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് വിശകലന വിധേയമാക്കുന്ന ഭൗതിക വ്യായാമത്തിൽ അത് തെറിച്ചു പോകും മനസ്സിൽ നിന്ന്. ചിന്തിക്കുന്നവർക്ക്, നിങ്ങൾ ചിന്തിക്കുന്നു എന്നല്ലേ പറയുന്നത്, പഠിക്കുമ്പോഴുള്ള കാണുന്നു. അപ്പോൾ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യം തോന്നുന്നു, അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന് കൊടുക്കാൻ പറയുന്നത്. ആ ഒരു വഴി കണ്ടോ? ഞാനിതാ പറഞ്ഞത്. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഫർദ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന വന്നു ചേരുന്ന എവല്യൂഷൻ്റെ കോ എവല്യൂഷൻ ഉണ്ടല്ലോ, അതുപോലെ അത് പോട്ടെ. അപ്പോൾ അതങ്ങനെയാണെങ്കിൽ ഇനി ആർക്കൊക്കെ കൊടുക്കണം? അത് ഭയങ്കര രസമാണ്. ഇപ്പം നമ്മൾ കണ്ടത് അള്ളാഹുവിന് കൊടുക്കുക. ആരാ അള്ളാഹു? ഞാനെപ്പോഴും പറയുന്നതൊന്നും വീണ്ടും പറയുന്നില്ല. ഞാൻ അള്ളാഹുവിന് കൊടുക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാലും വേണ്ടുകയില്ല.
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എവിടെ ആർക്കാ? ഫക്കീർ, ജീവിത ചെലവിനായി വിഭവങ്ങൾ ഇല്ലാത്തവൻ, മിസ്കീൻ, പാവപ്പെട്ടവൻ, അമീൽ, സക്കാത്ത് വിതരണ ജോലികളിൽ ഏർപ്പെടുന്നവർ. അത് വഴിയെ പറയും. മുഅല്ലഫാത്തുൽ ഖുലൂബ്. മുഅല്ലഫാത്തുൽ ഖുലൂബ് എന്താ? അത് ഇസ്ലാം മതം പുതുതായി സ്വീകരിച്ചവർ, അല്ലെങ്കിൽ മാനസികമായി താല്പര്യമുള്ളവർ. ഒന്ന്, അള്ളാഹുവിന് കൊടുക്കണം. രണ്ട്, ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടെ ഉത്തേജനത്തിന് വേണ്ടി ബൂസ്റ്റ് ഇഞ്ചക്ഷൻ, സക്കാത്ത് കൊടുത്ത്, ഇങ്ങോട്ട് ധനം കൊടുത്ത്. ഇന്നത്തെ ക്രിസ്തീയ ആളുകളിൽ പലരും പെന്തക്കോസ്തുകാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലത്തെ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് പോലത്തെ, അങ്ങനെ പറയണം. അപ്പം അല്ലെങ്കിൽ ഈ യുവന്മാരെ കാത്തു നിൽപ്പുണ്ടേ RSS പ്രബുദ്ധികൾ, ഇതൊക്കെ മുതലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നടക്കുകയെന്നേ. ഇപ്പം ഒരു അബ്ദുറഹിമാൻ ചാലയിൽ ഒരു കച്ചവടം ചെയ്യുന്നു, ധനവഠ്യനാണ്. അയാൾക്ക് മതഭ്രാന്തില്ല എങ്കിൽ സാദാ സീത ഒരു വിശ്വാസിയായിട്ട് 5 നേരം പള്ളിയിൽ പോകാതെ വെള്ളിയാഴ്ച പള്ളിയിൽ പോവുകയും ചിലപ്പോൾ നോമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹജ്ജിന്, അയാൾക്ക് ഒരു ജോസഫോ അല്ലെങ്കിൽ ഒരു രാമചന്ദ്രനോ ഇസ്ലാം സ്വീകരിക്കണം നിർബന്ധമൊന്നും ഉണ്ടാവില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഈ രാമചന്ദ്രനും ജോസഫും മറ്റൊരു റഹീമും ഒന്നാണ്, കസ്റ്റമേഴ്സാണ്. ഞാനല്ല, അന്യനാണ് അയാൾക്ക്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പേരിലൊന്നും ആരും ഇതൊന്നും അനുസരിക്കാൻ പോകുന്നില്ലെങ്കിലും അത് ഉദ്ദേശ ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ ആ കുൽസിത മാർഗം അത് ഇവിടെ എടുത്തു കാണിക്കാം. റിക്കാബ്, മോചനദ്രവ്യം ആവശ്യമുള്ള അടിമകൾ. ഇന്ന് എന്ത് പ്രസക്തിയുള്ളൂ? കാലോചിതമല്ലാത്ത ഗരീബ്, കടബാധ്യതയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കു അനുവദനീയമായ മാർഗങ്ങളിലോ സമ്പത്ത് ചിലവഴിക്കുക മൂലം കടബാധ്യതയുള്ളവർ. ഇനി പറയുന്നത് ഒരു പ്രധാന കാര്യം, നേരത്തെ നമ്മൾ കണ്ടതുപോലെ, അത് പുത്തൻ മുസ്ലിം ഇങ്ങോട്ട് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഫീ സബീലില്ലാഹ്, അതാരാ? അത് ദൈവിക മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ. അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾ സക്കാത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ISIS കൊടുക്കണം. അവൻ ഇങ്ങോട്ട് വന്ന് ബോംബിടും. നമ്മൾ ഇന്ത്യ ഹിന്ദു രാജ്യമായതുകൊണ്ട് കേരളത്തിൽ കോഴിക്കോടിൽ തന്നെ അവൻ ബോംബിടും. ഇതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 3-ാം സ്തംഭമായ സക്കാത്ത് കളക്ട് ചെയ്ത് ഈ ഫീ സബീലില്ലാഹ് അദ്ദേഹമാണ് ISIS എങ്കിൽ ഇങ്ങനെയുള്ള ദുരുദ്ദേശവും അസഹനീയവും അമാനവികതയുമായ വിഷയങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒന്ന് ഇന്നിൻ്റെ ജീവിതത്തിൽ തളച്ചിടപ്പെട്ട ഒരു മനസ്സിന് വളരെ അപ്രായോഗികമാണ്. മുസ്ലിങ്ങളിൽ ഇന്നത്തെ എൻ്റെ ഒരു അറിവ് വെച്ചു 99% മുസ്ലിങ്ങളും ഈ ജിഹാദികൾക്കെതിരാണ്. എപ്പോഴും സമൂഹത്തിൽ നമുക്ക് എല്ലാ പട്ടണങ്ങളിലും ഭ്രാന്താശുപത്രിയുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ പേരൂർക്കട, ഊളമ്പാറ എന്ന് പറയും, കോഴിക്കോടുണ്ട്, ചെന്നൈയിലുണ്ട്, കീഴ്പ്പാക്കം, ഇതൊക്കെ പ്രസിദ്ധമായ വാക്കുകളാണ്. അതുപോലെ തീവ്രവാദികൾ 1% ഉണ്ടാകും. അവർക്ക് കൊടുക്കാനാണ്. ഇനി ഇസ്ലാം ഇത് പറയാൻ ഉദ്ദേശം എന്താണ്? സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഇസ്ലാം ഇത് പഠിപ്പിച്ചത്. എങ്ങനെ? ലോക മുസ്ലിങ്ങളിൽ ഉള്ള സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട്. ഞാൻ നേരത്തെ എത്യോപ്യ, സോമാലിയ, സുഡാൻ, ബംഗ്ലാദേശ് ഇതിലെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ 3-ാമത്തെ സ്തംഭം വ്യക്തി എന്ന നിലയ്ക്ക് മാത്രമല്ല, കൂട്ടായ്മയ്ക്കും ബാധകമാണ്, സ്റ്റേറ്റിനും ബാധകമാണ്. അങ്ങനെയെങ്കിൽ അളവറ്റ സമ്പത്ത് കുമിഞ്ഞുകൂടി നിൽക്കുന്ന സൗദി ഇവറ്റകളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ?
അള്ളാഹു കൊടുക്കാത്ത ഈ തെണ്ടികളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? അപ്പം വ്യക്തിഗതമായി കൊടുക്കുകയല്ല, കൂട്ടായ്മ കൊടുക്കുകയല്ല, പിന്നെ കൊടുക്കുന്നതോ സ്റ്റേറ്റും കൊടുക്കുകയല്ല. അപ്പം ധനാർത്തി പൂണ്ട സ്വാർത്ഥ മനസ്സിൻ്റെ ഉടമകളായ മനുഷ്യരെ നിസ്വാർത്ഥമായ അൾട്രൂയിസത്തെ മുതലാക്കിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിർബന്ധിക്കുമ്പോൾ അവനത് ചവിറ്റുകുട്ടയിലിടും, പുറങ്കാലുകൊണ്ട് ചവിട്ടും. ഇനി മറ്റൊരു സമ്പ്രദായമുണ്ട് കേട്ടോ. അതായത് ഈ റംസാൻ്റെ രണ്ടാം പെരുന്നാളുണ്ടല്ലോ, വലിയ പെരുന്നാൾ, ഹജ്ജ് പെരുന്നാൾ, അത് വരുമ്പോൾ ബലിമൃഗം, അത് ഹജ്ജിൻ്റെ, അതായത് ഇസ്മയിലിനെ ഇബ്രാഹിം അറുക്കാൻ കൊണ്ടുപോയതാണ്. ഷാത്താൻ അതിനെ വിലക്കി. അതിനാണ് കല്ലെറിയുന്നത് ഹജ്ജിൽ, ഷാത്താൻ്റെ കല്ലെറിയൽ, ആളെ കൊല്ലുന്ന കല്ലെറിയൽ. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മൃഗത്തെ ബലിയിറക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലൊരു പ്രചരത്തിലുള്ള ഒരു കാര്യം വെച്ചാൽ, ഈ ഒലുഹിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൗഢി വെളിവാക്കാനുള്ള, ധനാഢ്യൻ്റെ പ്രൗഢി വെളിവാക്കാനുള്ള ചില മാർഗങ്ങൾ. ഹജ്ജിന് പോവുക, ഹാജിയ എന്ന് വിളിക്കുമ്പോഴുള്ള ഒരു ഗമയും അതുപോലെ ഈ ഒലുഹിയ കൊടുക്കുക എന്ന് വെച്ചാൽ ആടിനെ അറുത്ത് കൊടുക്കുക അല്ലെങ്കിൽ മാടിനെ അറുത്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രൗഢിയും ഗമയും വന്നു ചേരുന്നതാണെങ്കിൽ ഇത് നാട്ടിൽ എല്ലാ പേരും കൊടുക്കും. ഈ 5% 10% കണക്കാക്കുകയിലാണ്, അതൊക്കെ വേറെ. തൻ്റെ സൗകര്യാർത്ഥം, തൻ്റെ പ്രൗഢിക്കും ഗമയ്ക്കും തൻ്റെ അംഗീകാരത്തിനും വേണ്ടിയിട്ട്, അത് പ്രാഥമിക ചോദനയാണ്. അതിന് വേണ്ടിയിട്ട് ഇവൻ കൊടുക്കുക മാത്രമല്ല, കൂട്ടായ്മ. കൊടുക്കാൻ പറ്റാത്തവൻ പങ്കിട്ട്, അതായത് ഒരു എരുമയ്ക്ക് അല്ലെങ്കിൽ ഒരു പോത്തേക്ക് 25,000 രൂപ വിലയുണ്ടെങ്കിൽ 5,000 വീതമുള്ള ഷെയർ എടുത്ത് 5 പേർ ചേർന്ന് കൊടുക്കുന്ന രീതി വരെയുണ്ട്. അത്രത്തോളം ഇത്തരം കാര്യങ്ങളിൽ കൊടുക്കാൻ ആളുകൾ തയ്യാറാണ് ഉള്ളവൻ. കാര്യം ഇത് സമൂഹത്തിൻ്റെ അംഗീകാരത്തിൻ്റെ പ്രശ്നമാണ്, അവൻ്റെ ഓജസ്സിൻ്റെയും തേജസ്സിൻ്റെയും പ്രശ്നമാണ്. കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുകയില്ല, 1/2 കിലോ 1 കിലോ കൊണ്ട് കൊടുക്കുമ്പോൾ. മറ്റത് അങ്ങനെയല്ലല്ലോ. അതുപോലെ കണക്ക് നോക്കി കൊടുക്കണം. 5% എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് വരില്ലേ? ആര് കണക്ക് നോക്കും? കണക്ക് നോക്കുന്നവരാളാണ്. ഇൻകം ടാക്സ് എങ്ങനെ വെട്ടിക്കാമെന്ന് നോക്കുന്ന പൗരബോധമുള്ളവരാണ് ഏഷ്യക്കാരെങ്കിൽ സക്കാത്ത് കൊടുക്കാത്തവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് ഖുർആനും സഹീഹായ ഹദീസും പറയുന്നു. നോക്കുക, അതായത് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ആ ധനം നാളെ മഹ്ശറയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കറുത്ത പുള്ളികളോട് കൂടിയ ഒരു മൂർഖൻ പാമ്പൻ്റെ രൂപത്തിൽ തലപൊക്കി അവൻ്റെ കഴുത്തിൽ ചുറ്റി അവനെ കൊണ്ടു. അതിനെ ഭാവന നോക്കും. അതായത് സമ്പത്തൊക്കെ അങ്ങനെ ഒരു മൂർഖൻ പാമ്പിൻ്റെ രീതിയിൽ ഈ അമ്മക്കഥകളിലുള്ള ഒരു ത്രസിപ്പിക്കുന്ന ഒരു ഉത്തേജനകമായ ഒരു രീതി നിങ്ങളിൽ കാണുന്നതിൽ നല്ല കാര്യമാണ്, നല്ല സങ്കല്പമാണ്. മഹാഭാരത കഥ വായിക്കുമ്പോൾ എന്ത് പാമ്പ് കടിച്ചാലും ഇതൊക്കെ മുസൽമാൻ ചെയ്യുകയല്ലെന്നേ. സ്വർണമോ വെള്ളിയോ കൈവശമുള്ളവർ അതിൽ ബാധ്യതയുള്ള സക്കാത്ത് നൽകാത്ത പക്ഷം കിയാമത്തെ നാളിൽ തീ കൊണ്ടുള്ള ഫലകങ്ങളായി അവയെ രൂപപ്പെടുത്തുകയും അത് നരകത്തിൽ ചൂളയ്ക്ക് വെച്ചതിന് ശേഷം അവൻ്റെ നെറ്റിയും പാർശ്വഭാഗവും പുറവുമെല്ലാം അതുകൊണ്ട് ചൂടുവയ്ക്കപ്പെടുകയും ചെയ്യും. സ്വർണവും വെള്ളിയും ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളിയാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും 2.5% കൊടുക്കണം. കൊടുത്തില്ല. അപ്പം അള്ളാഹുവിൻ്റെയും മഹ്ശറയിൽ ഇതൊക്കെ എടുത്ത് കൂട്ടി ഒരു ചട്ടുകം പോലെ ആക്കി നരകത്തിലെ തീയിൽ കൊണ്ടുവച്ച്, ഇവിടെ തീയാണ്, കത്തിയാളും അതിച്ച് പൊള്ളിച്ചിട്ട് ഇവനെ നെറ്റിയിലൊക്കെ. അപ്പം ഇവനെ തീയിലിടുന്നതോ അതൊന്നും ചോദിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലഞ്ഞു പോകുമേ മച്ചാനെ. ബുഖാരി 2:24 489 അള്ളാഹു വിരമിക്കുന്നു. എങ്ങനെ? അവർ ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിക്ഷേപിക്കുന്നത്. ആരാ പറയുന്നത്? അള്ളാഹു പറയുന്നു. അവർ ഭൗതിക സക്കാത്ത് കൊടുക്കുന്നില്ല ആളുകൾ, അവർ ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നിക്ഷേപിക്കുന്നത് എന്ന്
ഞാനാണെല്ലാം തീരുമാനിക്കുക, നീ എങ്ങനെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നു ഞാനാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവിടെ പറയുന്നത്. കോൺട്രാഡിക്ഷനും ഖുർആന്റെ മുഖമുദ്രയാണ്. 100 കോൺട്രാഡിക്ഷൻ നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കും. ഇനി ഈ സക്കാത്തിൻ്റെ വിഭാവന ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ വിഭാവനയിൽ വരുന്ന ഒരു കാര്യം, ബുഖാരി 2:24-494, നിങ്ങളിൽ ഒരാൾ തൻ്റെ സക്കാത്തുമായി ചുറ്റി നടക്കും, അത് സ്വീകരിക്കുന്ന ഒരാളെയും കാണുകയില്ല, അല്ലാതെ ഖിയാമത്ത് അന്ത്യനാൾ സംഭവിക്കില്ല. എത്ര സുന്ദര സ്വപ്ന വാഗ്ദത്ത ഭൂമി നോക്കും. അതായത് സക്കാത്ത് കൊടുക്കാനായിട്ട് വെമ്പി വിതുമ്പി ആള് സക്കാത്തുമായി നടക്കും. ആരുണ്ട് വാ വാങ്ങിക്കാൻ? നോബഡി ഈസ് ദേർ. എല്ലാവരും സുഖ കമ്മ്യൂണിസ്റ്റ് സുന്ദര ലോകത്തിൽ, സമത്വ സുന്ദര ലോകത്തിലായിരിക്കും. എത്ര നല്ല ദിവാസ്വപ്നവും നോക്കും. അപ്രായോഗികമാണെന്നേ ഇതൊക്കെ. അപ്രായോഗികം എടുത്തു പറയാൻ വേണ്ടി തന്നെ ഇത്. ഇനി പല രാജ്യങ്ങളും നടപ്പിലാക്കുന്ന രീതി കൂടെ കൺകറണ്ടായിട്ട് ഇപ്പോൾ, അതായത് പല രാജ്യങ്ങളിലും ഇത് ശേഖരിക്കാനായിട്ട് ഇപ്പം പല ജമാഅത്തുകളും ഇത് ചെയ്യുന്നുണ്ട്. ഇതിനെ മൊത്തത്തിൽ കളക്ട് ചെയ്തുകൊണ്ട് അവർ വിതരണം ചെയ്യും. അങ്ങനെ ഈ കളക്റ്റിനെസ് വരുമ്പോൾ കളക്ടർ അൺജസ്റ്റായി പെരുമാറുന്ന ഒരു സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം? അതായത് അയാൾ കറക്റ്റായിട്ട് കളക്ട് ചെയ്തു, കറക്റ്റായിട്ട് വിതരണം ചെയ്തില്ല എങ്കിൽ ഒരു കുഴപ്പമില്ല. അയാൾ ശരിക്കും കളക്ട് ചെയ്തില്ല, പക്ഷെ ജസ്റ്റായിട്ട് എല്ലാവർക്കും കൊടുത്തു തീർത്തു. ഇവൻ കൊടുത്തില്ല എങ്കിൽ, വ്യക്തി കൊടുത്തില്ല, എന്ത് ചെയ്യണം? അവൻ്റെ വസ്തുക്കളെ കണ്ടുകെട്ടണം. നിർബന്ധിതാവസ്ഥയുടെ ഉരുക്ക് വാളെടുത്ത് പേടിപ്പിക്കുന്നു. അതായത് സ്റ്റേറ്റ് ഉദ്ദേശിക്കുകയാണ്, നീ കൊടുത്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റോ അൺജസ്റ്റോ ആരാ തീരുമാനിക്കേണ്ടത്? ഈ നിയമങ്ങളൊക്കെ പ്രാവർത്തികയിൽ വരുമ്പോഴത്തേക്കും ബ്യൂറോക്രസി, പ്രത്യേകിച്ച് ഏഷ്യൻ ബ്യൂറോക്രസി, ഇന്ത്യൻ ബ്യൂറോക്രസിയൊക്കെ എങ്ങനെ പെരുമാറുമെന്ന് ഓരോ വ്യക്തിക്കും തൻ്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യണമെങ്കിൽ 4-5 എപ്പിസോഡ് ഒരുമിച്ച് ചെയ്യാം. അപ്പം വസ്തുവകകൾ കണ്ടെത്തും എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു മൂഢന്യാവസ്ഥയാണ്. അബൂബക്കർ ഖലീഫ ആയപ്പോഴത്തേക്കും പല മുസ്ലിംസും ഇത് നൽകിയില്ല. അവർക്കെതിരെ ഇക്കാരണം കൊണ്ട് നടത്തപ്പെട്ട ഒരു വാറാണ് റിദ്ദ വാർ. അതായത് സക്കാത്തിൻ്റെ പേരുകൂടെ പറഞ്ഞിട്ട് മുസ്ലിം ലോകത്ത് യുദ്ധം നടത്തപ്പെടേണ്ടി വന്നുവെങ്കിൽ, റിദ്ദ വാർ സക്കാത്ത് കൊടുക്കാത്തത് കൊണ്ട് മാത്രമല്ല, നബി മരിച്ചതിന് ശേഷം പല ആളുകളും, മുസൈലിമ തുടങ്ങിയ ആളുകൾ, ഞാൻ നബിയാണ്, ഒരു എന്താ പറയുക, ഒരു ഫേക്കിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഒരുപാട് നബി മരിച്ചപ്പോൾ ഒരുപാട് പേര് ഇസ്ലാം വിട്ടുപോയി, ജാഹിലിയങ്ങളായി. അപ്പം അവരെയൊക്കെ കോർത്തിണക്കി ഇസ്ലാമിൻ്റെ സ്തംഭം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി. അത് തുടക്കം ഇതെങ്ങനെയായിരുന്നു? അവർ സക്കാത്ത് കൊടുക്കാനായിട്ട്, സക്കാത്ത് സ്റ്റേറ്റിൽ കൊടുക്കണമായിരുന്നു. കൊടുക്കാത്തത് കൊണ്ടുണ്ടായ ഒന്നാണ് റിദ്ദ വാറെങ്കിൽ, അതായത് യുദ്ധത്തിലേക്ക് വരെ നയിക്കുന്ന അപ്രായോഗികത. അതായത് സ്വർഗത്തിൻ്റെ ഉടയോന്മാരായ നേരവകാശികളായ സഹാബക്കളുടെ കാലത്തുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇനി സക്കാത്ത് കൊടുക്കാത്തവരാരാണ്? അപ്പോസ്റ്റേറ്റ്. ഞാനാണ്. ഞാൻ അവിശ്വാസി ആയതുപോലെ സക്കാത്ത് കൊടുക്കാത്തവൻ അവിശ്വാസിയാണ്. സോ ഹി ഷുഡ് ബി കിൽഡ്. നോക്കൂ, ആദ്യം സ്റ്റേറ്റിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ വസ്തുവകകൾ കണ്ടെത്തും. അതിലുപരി അവൻ കൊടുത്തില്ലെങ്കിൽ അവനെ അപ്പോസ്റ്റേറ്റ്, മതം വിട്ടവൻ, മുർദത്ത് എന്ന് കണക്കാക്കിക്കൊണ്ട് പ്രായോഗികമാകുമോ? ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിന് ഈ ആഗോളവൽക്കരണ കാലഘട്ടത്തിൽ എന്തെല്ലാം തിരിച്ചടികൾ നേരിടേണ്ടി വരും. അപ്രായോഗികതയുടെ വാൾ, അതിൻ്റെ എല്ലാ ക്രൗര്യവും പുറത്തെടുത്തുകൊണ്ട് ഇത്തരം നടപ്പിലാക്കുന്ന രാജ്യങ്ങളുടെ മേൽ അശനിപാതം പോലെ വീഴുമെങ്കിൽ, രാജ്യത്തിന് വരെ നടപ്പിലാക്കാനൊക്കാത്ത, വ്യക്തിക്ക് ഒട്ടും നടപ്പിലാക്കാനൊക്കാത്ത അപ്രായോഗികമായ സിദ്ധാന്തവുമായി നിൽക്കുന്ന ഈ മതം ദൈവകൽപ്പിതമെന്ന് പറഞ്ഞാൽ
അതൊക്കെ അപ്പടിക്ക് വിഴുങ്ങണമെങ്കിൽ ഇതൊന്നും അറിയാതിരിക്കുക എന്നുള്ള മാക്സിമം അല്ലെങ്കിൽ മിനിമം തലച്ചോറ് നമ്മൾ പേറിയേ പറ്റും. ഇൻ മോഡേൺ സ്റ്റേറ്റ്സ് where zakat payments is compulsory, fail to pay is regulated by state law similarly to tax evasion. നമ്മുടെ ടാക്സ് എവേഷൻ പോലെ, ഇൻകം ടാക്സ് എവേഷനെ പോലെ കണക്കാക്കിക്കൊണ്ടാണ് അത് കൊടുക്കാൻ നിർബന്ധിതമായ രാജ്യങ്ങളിൽ സ്റ്റേറ്റ് അത്തരത്തിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നബിയുടെ കണ്ടെത്തലാണ്. നഹീഹ, പല കാര്യത്തിലും നഹീഹ എന്ന് പറഞ്ഞ ഇതിൽ നഹീഹ ജൂതന്മാരുടേതാണ്. അവരുടെ വാക്ക് തന്നെ സമാനമാണ്, സഗൂത്ത്. അതായത് അദ്ദേഹം എന്തെങ്കിലും പുതുതായി കൊണ്ടുവന്നു എന്നുള്ളത് റിസർച്ച് നടത്തേണ്ട കാര്യമാണ്. ഉള്ളതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത്, അങ്ങനെയാണ് മനുഷ്യർക്ക്. നമ്മൾ ചക്രം കണ്ടുപിടിച്ചു, പിന്നീട് 2 വീലർ പോലത്തെ പ്രാകൃത വാഹനങ്ങൾ, പിന്നീട് ആട് ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ, പിന്നീട് സൈക്കിൾ, അങ്ങനെ വികസിച്ചാണെന്ന് ടെലിപോർട്ടേഷനിൽ വരെ എത്തി നിൽക്കുന്നതെങ്കിൽ നിലവിലുള്ള ഒന്നിനെ പുഷ്ടിപ്പെടുത്താനും പരിഷ്കരിക്കാനും മാത്രമേ മനുഷ്യനാകൂ. There should be a ladder to jump and proceed. അങ്ങനെ വരികയാണെങ്കിൽ ജൂതന്മാരുടെ സകൂത്താണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പോലെ നബി കടമെടുത്തത്. 2010 zakat was mandatory by the state in Libya, Malaysia, Pakistan, Saudi Arabia, Sudan and Yemen. ഈ രാജ്യങ്ങളിലൊക്കെ ഇത് മാൻഡേറ്ററിയാണ്. നമ്മൾ ഇൻകം ടാക്സ് കൊടുക്കുന്നത് പോലെ കൊടുക്കണം. ഇതിൽ സുഡാൻ, യമൻ, പാകിസ്ഥാൻ, ലിബിയ ഈ രാജ്യങ്ങളുടെ ദരിദ്രാവസ്ഥ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ വാക്കായിട്ട് നമുക്ക് നോക്കാം. There were government-run voluntary zakat contribution programs in Bahrain, Bangladesh, Egypt, Indonesia, Iran, Jordan, Kuwait, Lebanon, Maldives and United Emirates. Collective formation for the distribution of zakat. അത് ദയനീയമായ രീതിയിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ്. അൾട്രൂയിസം അതിലുണ്ടെങ്കിൽ പോലും എത്രത്തോളം അപ്രായോഗികമാണ് ഈ മതമെന്ന് നോക്കും. മനുഷ്യ മനസ്സിൻ്റെ, മനുഷ്യ ചോദനയെ, മനുഷ്യ സഹജമായ ബോധത്തെ, നിലവാരത്തെ എത്രത്തോളം അളക്കാൻ പറ്റാതെ ഉഴറുന്ന, വേവലാതിപ്പെടുന്ന, കഷ്ടപ്പെടുന്ന, സങ്കടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു മതത്തെയാണ് ഉത്കൃഷ്ടമെന്നും ഷെട്ടമെന്നും മൈക്കുവച്ച് കെട്ടി പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ഇറാനിലൊക്കെ പകുതി പേര് വിട്ടുപോയി കേട്ടോ. അത് കൊഴിഞ്ഞുപോക്ക് ഇന്നത്തെ നവമാധ്യമങ്ങളുടെ വരവോടുകൂടി ഇത് സംഭവിക്കും. അതെത്ര കാലയളവ് വേണ്ടുമെന്നുള്ളത് നമ്മുടെ വാർത്താവിനിമയത്തിൻ്റെ തോതുമായി ബന്ധം. സാറ്റലൈറ്റ് ഓരോന്ന് വിക്ഷേപിക്കും തോറും ഇവൻ ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഡേറ്റ 5G ഒക്കെ വരട്ടെ. അണ്ടർ കമ്പൾസറി സിസ്റ്റംസ് ഓഫ് സക്കാത്ത് ടാക്സ് കളക്ഷൻ such as Malaysia and Pakistan, evasion is very common. ഇന്ത്യയിൽ മൾട്ടിനാഷണൽ കമ്പനി ഉൾപ്പെടെ സാധാരണക്കാരൻ വരെ ടാക്സ് എവേഷൻ്റെ ബിരുദന്മാരാണെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ, പാകിസ്ഥാനും മലേഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിർബന്ധിത അവസ്ഥയുണ്ടെങ്കിലും കൊടുക്കുന്നില്ല, കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് അപ്രായോഗികം. Significant conflicts and negation of zakat abuse within Islamic community, both historically and modern times. ഇങ്ങനെ കളക്ട് ചെയ്തെടുക്കപ്പെടുന്ന സക്കാത്തിനെ അത് വിതരണം ചെയ്യേണ്ട ബാധ്യതയുള്ള ആളുകൾ മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു, കൊള്ളയടിക്കുന്നു. സ്വാഭാവികം. പൊതു ഫണ്ട് വരുമ്പോൾ പാലിൽ വെള്ളം ചേർക്കാത്തവനെ പോലെ, അല്ലെങ്കിൽ പാലിന് പകരം വെള്ളമൊഴിച്ചവനെ പോലെ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇത് കവർന്നെടുക്കാൻ ആളുകൾ ഉണ്ടാവുമെന്നേ.
ഇത് എത്ര ഉത്കൃഷ്ടമെന്നും ശ്രേഷ്ഠമെന്നും പേടിപ്പിക്കത്തക്ക രീതിയിൽ ചുറ്റി കഴുത്തിൽ നെറ്റിയിൽ ചട്ടകം വെച്ച് വഴിപ്പിച്ചാലും ശരി, കഴുത്തിൽ പാമ്പ് വന്ന് കടിച്ചാലും ശരി, ഇന്നിൻ്റെ ജീവിതത്തിൽ കൊള്ളയടിക്കാൻ തയ്യാറുള്ള മനസ്സുകൾ ഇതിനൊന്നും പേടിക്കുകയല്ല. അതിന് തെളിവാണ് ഈ മുസ്ലിം രാജ്യങ്ങളിൽ വരെ ഈ സക്കാത്ത് അപ്രായോഗികമായ രീതിയിൽ കൊള്ളയടിക്കപ്പെടുന്നു. About a quarter of the Muslim world continues to live on $1.25 a day. ഡോളർ അല്ല, ബ്രിട്ടൻ പൗണ്ട്. അതായത് 1.25 എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 70 രൂപ കട്ടിച്ചു വരുമായിരിക്കും. വളരെ കൃത്യമായി എനിക്ക് കണക്ക് ഓർമ്മയില്ല. ഇത് 2012 റിപ്പോർട്ടാണ്. മുസ്ലിം രാജ്യങ്ങളിലെ 4-1 രാജ്യങ്ങളിൽ 70 രൂപ പോലും വരുമാനമില്ലാത്ത മൊത്തം മുസ്ലിം സമൂഹത്തിൻ്റെ സ്വത്തിൻ്റെ തോതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടാൽ അത് എങ്ങനെയൊക്കെയാണ് ആളുകളുടെ ജീവന നിലവാരത്തെ മാറ്റുക എന്നൊരു സ്റ്റഡിയൊക്കെ വരേണ്ടതുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭീമത്സമുഖം, കാപഢ്യതയാർന്ന ദയനീയാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സ്റ്റഡി നടത്തുകയല്ല അവർ, പക്ഷെ മറ്റുള്ളവർ നടത്താതിരിക്കുകയല്ല. 2014 ഒരു സ്റ്റഡി, 2014 നസീം സിറാസി എന്ന ആള് ഇത് നടത്തിയിട്ട് പറഞ്ഞത്, ഓവർ 70% ഓഫ് ദ മുസ്ലിം പോപ്പുലേഷൻ ഇൻ മോസ്റ്റ് മുസ്ലിം കൺട്രീസ് ഇംപോവറൈസ്ഡ്, ദരിദ്രരേഖയ്ക്ക് താഴെയാണ്, പെർ £2 പെർ ഡേ. നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 70-80 രൂപയ്ക്ക് താഴെ ഇൻ ഓവർ 10 മുസ്ലിം മെജോറിറ്റി. Zakat has so far failed to relieve large-scale absolute poverty among Muslims in most Muslim countries. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സക്കാത്ത് എന്ന സമ്പ്രദായം മുസ്ലിം ലോകത്തെ സാമ്പത്തിക ഉച്ചനീചത്വത്തെ തുടച്ചു കളയാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്നതാണെങ്കിൽ പോലും, അത് നിർബന്ധമാണെങ്കിൽ പോലും, കൊടുത്തില്ലെങ്കിൽ കൊല്ലപ്പെടുമെന്നുള്ള കോപ്പയുണ്ടെങ്കിൽ പോലും, Zakat has so far failed to relieve large-scale absolute poverty among Muslims in most Muslim countries. ദരിദ്രൻ അവൻ്റെ കഞ്ഞി എന്നും കുമ്പിളിൽ തന്നെയാണ്. അപ്രായോഗികതയുടെ ഈ മതത്തിൻ്റെ മറ്റു അധ്യായങ്ങളിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്ത അധ്യായത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.